ഇത് കൈവച്ചോ. ലോട്ടറി തുടങ്ങിയിട്ട് ഒരു വർഷം കഴിഞ്ഞു. ഉണ്ണിയപ്പ ഈ ഇടയ്ക്ക് തുടങ്ങി. സംഭവിച്ചത് എന്താണെന്ന് സത്യത്തിൽ എനിക്കും അറിയത്തില്ല. ജന്മനാ ഉള്ളതാ. എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചോ. ചേട്ടാ, എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് ചെയ്തു തരാം കേട്ടോ. ഞാനിപ്പോൾ ഉള്ളത് ഹരിപ്പാടാണ്. ഹരിപ്പാട് നിന്ന് RK ജംഗ്ഷനിലോട്ട് പോകുന്ന ലെവൽ ക്രോസ് ഒക്കെ കഴിഞ്ഞ് വരുമ്പം ഇവിടെ ഒരു ക്ഷേത്രമുണ്ട്. ക്ഷേത്രത്തിന്റെ തൊട്ടടുത്തായിട്ട് തന്നെ ഒരു ചേട്ടനുണ്ട്. ചേട്ടന് ഒരു കുഞ്ഞ് കച്ചവടമാണ്, ഒരു വീൽ ചെയറിൽ ഇരുന്നിട്ടുള്ള ലോട്ടറി കച്ചവടമാണ്. ഒപ്പം കുറച്ച് ഉണ്ണിയപ്പമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ചേട്ടനെ നമുക്കൊന്ന് പരിചയപ്പെടാം. അപ്പോൾ എൻ്റെ സുഹൃത്ത് ഒരു ലോട്ടറി ഒക്കെ എടുത്ത് 2-3 ലോട്ടറി എടുത്ത് സഹായിച്ചിട്ടുണ്ട്. അപ്പോൾ എൻ്റെ കൂടെ വന്ന് അവരും ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അപ്പം ലോട്ടറി എടുക്കും. രോഹിത് ചേട്ടൻ എവിടെ പഠിച്ച? ഡിഗ്രി ഒക്കെ പഠിച്ചിട്ടുള്ള അല്ലേ? ഡിഗ്രി ഒക്കെ പഠിച്ചു. എവിടെയായിരുന്നു പഠിച്ചൊക്കെ? ഡിഗ്രി പഠിച്ചത് കേരള യൂണിവേഴ്സിറ്റി ഡിഗ്രി പ്രൈവറ്റ് ആയിട്ട് ഇവിടെ NSS കോളേജ്. ശരിക്കും ഇങ്ങനെ ഇവിടെ ഒരു കച്ചവടം, ഈ ലോട്ടറി കച്ചവടം ഉണ്ണിയപ്പ കച്ചവടം ഒക്കെ തുടങ്ങിയിട്ട് എത്ര നാളായി? ഇതിപ്പോ ലോട്ടറി തുടങ്ങിയിട്ട് ഒരു വർഷം കഴിഞ്ഞു. ഉണ്ണിയപ്പ ഈ ഇടയ്ക്ക് തുടങ്ങി. ഞാൻ ചോദിക്കുന്നോണ്ട് വേറെ തോന്നരുത്. എന്താണ് ചേട്ടന് സംഭവിച്ചത്? സംഭവിച്ചത് എന്താണെന്ന് സത്യത്തിൽ എനിക്കും അറിയത്തില്ല. ജന്മനാ ഉള്ളതാ. അപ്പം ചേട്ടനെ സഹായിക്കാൻ വേണ്ടി ആരൊക്കെയാ വരുന്നേക്കെ? ഇവിടെ വന്ന് സഹായിക്കാൻ ഇതെന്റെ നാടാണ്. രാവിലെ എത്ര മണിയാകുമ്പോ ഇവിടെ വരും? രാവിലെ 7:30. കൂട്ടത്തിൽ പഠിത്തമൊക്കെ ഉണ്ടോ? വേറെ എന്തെങ്കിലും നോക്കുന്നുണ്ടോ? കൂട്ടത്തിൽ പഠിത്തമുണ്ട്. എന്തോ പഠിക്കുന്നത് ഇപ്പൊ? PGക്ക് വേണ്ടിയുള്ള പ്രിപ്പറേഷൻ ആണ്. കൂട്ടത്തില് ഒരു ബിസിനസ് തുടങ്ങാനുള്ള. എന്ത് ബിസിനസ് ആഗ്രഹം? എനിക്ക് ഒരു സ്വന്തമായിട്ടൊരു കമ്പനിയാണ്. എന്ത് കമ്പനിയാ? ഞാൻ ചോദിക്കട്ടെ, നമ്മളെ കൊണ്ട് എന്തെങ്കിലുമൊക്കെ സപ്പോർട്ട് ചെയ്ത് തരാൻ പറ്റും നോക്കട്ടെ. ചേട്ടന്റെ ആഗ്രഹമൊക്കെ നടക്കും. കമ്പനി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എനിക്ക് മഷ്റൂമിന്റെ ബിസിനസ് ഉണ്ട്. അതൊന്ന് ഡെവലപ്പ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. ഇപ്പം ശരിക്കും ചേട്ടന് ഇവിടെ ഒരു ചലഞ്ച് നടത്തിയല്ലേ? ചലഞ്ച് നടത്തിയിട്ടാണ് ഈ ഒരു വീൽ ചെയറും ഈ ഒരു ചെറിയ സംരംഭം ഒക്കെ തുടങ്ങി തന്നല്ലേ? അന്ന് ചലഞ്ച് നടത്തിയപ്പോഴാണോ ഈ വീൽ ചെയർ കിട്ടിയത്? ഓക്കെ. അപ്പൊ അന്ന് ഇവിടെയുള്ള ഒരു കൂട്ടായ്മ, നമ്മുടെ പ്രിയപ്പെട്ട ഒരു കൂട്ടായ്മയാണ്. അപ്പൊ അവരെല്ലാരും കൂടെ ചേർന്ന് ഇവർക്ക് ഒരു ചലഞ്ച് നടത്തി. ചേട്ടന്റെ ഈ അവസ്ഥ അറിഞ്ഞ് ചലഞ്ച് നടത്തിയിട്ടാണ് ഈ ഒരു വീൽ ചെയറും കാര്യങ്ങളും ഒക്കെ കിട്ടിയത്. എത്ര ടിക്കറ്റ് എടുക്കും ഒരു ദിവസം? ആദ്യം 50 ആയിരുന്നു, പിന്നെ അത് 90 ആക്കി. പിന്നെ ഇപ്പൊ 120-150 ഒക്കെ പോകും. കച്ചവടം ആൾക്കാരെല്ലാം വന്ന് സഹായിക്കുകയൊക്കെ ചെയ്യും അല്ലേ? ഉണ്ട്. നല്ല സപ്പോർട്ടാണ്. നമ്മുടെ ഈ ക്ഷേത്രത്തിന്റെ പേരെന്താണ്? ഈ ക്ഷേത്രം അരയാകുളങ്ങര ദേവി ക്ഷേത്രം. അതിന്റെ തൊട്ടടുത്തായിട്ട് ഇവിടെ ചേട്ടന്റെ കച്ചവടം എന്തൊക്കെയാണെന്ന് അറിയാമോ? ഇതൊക്കെ എടുത്തു വെക്കാനൊക്കെ ആരെങ്കിലും ഒക്കെ സഹായിക്കും. ഇവിടെ ഉണ്ണിയപ്പം പാക്കറ്റ് ഉണ്ട്. ഇത് വീട്ടിൽ ചെയ്യുന്നതാണോ ഉണ്ണിയപ്പം? ഇവിടുന്ന് വീട്ടിലേക്ക് എത്ര ദൂരമുണ്ട്? വീട്ടിലേക്ക് ഒരു 1/2 കിലോമീറ്ററേ ഉള്ളൂ. വണ്ടിയിലേക്ക് വന്നോളും. എത്ര മണിയാവും ഇവിടെ തിരിച്ചു പോകുമ്പോ? എത്ര മണിയാവും തിരിച്ചു പോകുമ്പോ? വൈകിട്ട് 6 മണി. വൈകുന്നേരം 6 7 മണിയാവും. അപ്പൊ രോഹിത് ചേട്ടൻ എന്ന് രാവിലെ ഇവിടെ വരും. കുറച്ച് അങ്ങോട്ട് മാറിയാണ് വീട്. ലോട്ടറി ടിക്കറ്റ് ഉണ്ട്, അതുപോലെ ഉണ്ണിയപ്പം ഉണ്ട്. അപ്പൊ രോഹിത് ചേട്ടൻ പഠിക്കുന്നുണ്ട്. കൂട്ടത്തില് ഡിഗ്രി ഒക്കെ പഠിച്ചിട്ടുള്ള ഒരാളാണ്. അപ്പം ചേട്ടനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരെല്ലാം അറിയണം. കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും വെറുതെ ഇരിക്കാതെ ഈ ജോലിയും കാര്യങ്ങളും ഒക്കെ ആയിട്ട് മുന്നോട്ട് പോകും. രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങും. അപ്പം ഞാൻ രോഹിത് ചേട്ടന്റെ അക്കൗണ്ട് നമ്പർ കൊടുക്കട്ടെ വീഡിയോയില്? വീഡിയോ കാണുന്നവരുടെ സഹായം വേണോ? സഹായം അങ്ങനെ വേണ്ട. അങ്ങനെ സഹായം വേണ്ട. പഠിക്കാൻ സഹായിച്ചാൽ മതി. നല്ല മനസ്സല്ലേ? വേണ്ടല്ലോ. പഠിക്കാനുള്ള ക്യാഷ് വേണ്ട, കൊടുക്കണ്ട, അക്കൗണ്ട് നമ്പർ കൊടുക്കണ്ടെന്നാ പറഞ്ഞത്. അപ്പൊ ഞാൻ കുറച്ച് ടിക്കറ്റ് എടുത്ത് സഹായിക്കട്ടെ? അപ്പൊ നല്ലൊരു മനസ്സായതുകൊണ്ടാണല്ലോ പറഞ്ഞതിന്റെ സഹായം വേണ്ടെന്ന്. അതോ സഹായം ഒരുപാട് കിട്ടിയോ? സഹായം കിട്ടിയിട്ടൊന്നുമല്ല, അങ്ങനെ സഹായത്തിന്റെ ഇപ്പൊ തൽക്കാലം ഇപ്പൊ ദൈവം സഹായിച്ച നമുക്ക് കുഴപ്പമില്ല. ഇപ്പം സഹായത്തിന്റെ ആവശ്യമില്ല. കുറച്ചുപേരൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പം എന്തായാലും ചേട്ടന് നല്ലൊരു മനസ്സുകൂടിയാണ് കേട്ടോ. അപ്പൊ ഞാൻ കുറച്ച് ടിക്കറ്റ് എടുക്കാം. അടിച്ചു കഴിഞ്ഞാൽ ഇത് ചേട്ടൻ കൊണ്ട് തരും ചേട്ടാ. ഞാൻ അടിച്ച ചേട്ടനുള്ളത് ഇത് കൈവച്ചോ. ബാക്കിയൊന്നും തരണ്ട, അത് വെച്ചോ കേട്ടോ. സന്തോഷം. ഇനി വരുമ്പോ ടിക്കറ്റ് എടുക്കാം ഞാൻ. അപ്പൊ നല്ലോണം ഇരിക്കുക. ഇനി പഠിച്ചോണ്ടിരിക്കുകയല്ലേ ഇപ്പം? പഠിത്തമൊക്കെ മുന്നോട്ട് പോട്ടെ, നല്ല രീതിയിൽ മുന്നോട്ട് പോട്ടെ. അവിടെ ഒരു കമ്പനി തുടങ്ങണം എന്നൊക്കെ പറഞ്ഞില്ലേ?
അപ്പോൾ എൻ്റെ നമ്പറും കൂടെ ഞാൻ തന്നിട്ട് പോവാം. എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചോ ചേട്ടാ. എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് ചെയ്തു തരാം കേട്ടോ. പോയിട്ട് വരട്ടെ എന്തെങ്കിലും. ഓക്കെ, ഹാപ്പി ആയിട്ടിരിക്കും കേട്ടോ.